1642 മുതൽ ചോഗ്യാൽ രാജവംശം ഭരിച്ചിരുന്ന ഒരു ഹിമാലയൻ സാമ്രാജ്യമായിരുന്നു സിക്കിം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം സിക്കിം ഒരു സംരക്ഷിത പ്രദേശമായി നിലനിർത്തി. അതായത് പ്രതിരോധവും വിദേശകാര്യങ്ങളും കൈകാര്യം ചെയ്തത് ഡൽഹിയാണ്. അതേസമയം ചോഗ്യാൽ രാജവംശം ആഭ്യന്തര കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അത് വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു. 1965 സർ താഷി നംഗ്യാലിന്റെ മരണശേഷം മകൻ പാൽഡൻ തോണ്ടപ് നംഗ്യാൽ സിക്കിമിന്റെ ഭരണാധികാരിയായതോടെ ക്രമീകരണം മാറാൻ തുടങ്ങി. പാൽഡൻ ഇന്ത്യയിൽ പഠിച്ചിരുന്ന വിദ്യാഭ്യാസമുള്ള രാജകുമാരനായിരുന്നു. 1963 അദ്ദേഹം ഒരു അമേരിക്കൻ യുവതിയായ ഹോപ്പ് കുക്കുമായി പ്രണയത്തിലായി. പക്ഷേ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെട്ടിരുന്ന ചാരസുന്ദരി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന വനിതയായിരുന്നു അവർ. ഇക്കാര്യം പാൽഡൻ തോണ്ടപ്പിന് അറിയുമായിരുന്നില്ല. ഹോപ്പ് കുക്ക് പാൽഡനെ വിവാഹം കഴിക്കാൻ US പൗരത്വം ഉപേക്ഷിച്ചു. അങ്ങനെ അവർ സിക്കിമിന്റെ രാജ്ഞിയായി. പതുക്കെ സിക്കിമിന്റെ നയപരമായ കാര്യങ്ങളിൽ അവർ ഇടപെടാൻ തുടങ്ങി. ഹോപ്പ് കുക്ക് പ്രവർത്തിച്ചത് അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നു. അവർ ഇന്ത്യക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഗാംഗ്ടോക്കിലെ രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇവർ വിദേശ പത്രപ്രവർത്തകരെ ഇന്ത്യക്കെതിരെ തിരിച്ചു. സിക്കിമിനെ ഇന്ത്യൻ സമ്മർദ്ദത്തെ ചെറുക്കുന്ന ഒരു രാഷ്ട്രമായി ചിത്രീകരിക്കുന്ന അഭിമുഖങ്ങൾ നൽകി. സ്വാതന്ത്ര്യം നേടാൻ ഭർത്താവിനെ നിരന്തരം ബ്രെയിൻ വാഷ് ചെയ്തു. തലയണ മന്ത്രങ്ങൾ ഭരണത്തിൽ സ്വാധീനിക്കാൻ തുടങ്ങി. രാജാവ് റാണിയുടെ കയ്യിലെ പാവയാണെന്ന് കൊട്ടാര ഗോസിപ്പുകളും എത്തി. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ഇന്ത്യക്കെതിരെ അമേരിക്ക നിലപാടെടുത്തതോടെ സിക്കിമിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണമായി. ഇന്ത്യ വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമായി വളർന്നു. ചൈനയ്ക്കെതിരെ ഒരു ബഫർ സോണായി പ്രവർത്തിക്കുന്ന സിക്കിം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനമായിരുന്നു. ഈ അപകടം മനസ്സിലാക്കിയ ഇന്ത്യ അന്ന് യുവ ഇന്റലിജൻസ് ഓഫീസറായിരുന്ന അജിത് ഡോവലിനെ സിക്കിമിലേക്ക് അയച്ചു. പതിവ് പോലെ ശബ്ദ കോലാഹലങ്ങളോ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നീക്കങ്ങളോ നടത്താതെ ഡോവൽ നിഴലിൽ നിന്നുകൊണ്ട് ദൗത്യം ആരംഭിച്ചു. അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച രാജവാഴ്ചയ്ക്കെതിരെ സിക്കിമിൽ വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് അവിടെ മുഴുവൻ സഞ്ചരിച്ച ഡോവലിന് മനസ്സിലായി. അദ്ദേഹം തദ്ദേശവാസികൾക്കിടയിൽ ഇടപഴകി, രാഷ്ട്രീയ നേതാക്കളുമായി സംസാരിച്ചു, രാജവാഴ്ചയ്ക്കെതിരായ പൊതുജനങ്ങളുടെ കോപം മനസ്സിലാക്കി, ഡൽഹിയുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി. സിക്കിം ജനത, പ്രത്യേകിച്ച് ഭൂരിപക്ഷം വരുന്ന നേപ്പാളി ജനത, പാൽഡൻ ചോഗ്യാലിനോടും അദ്ദേഹത്തിന്റെ അമേരിക്കൻ രാജ്ഞിയോടും കടുത്ത നീരസത്തിലാണെന്ന് ഡോവലിന് മനസ്സിലായി. അത് അദ്ദേഹം ഡൽഹിയെ അറിയിച്ചു. ഡോവൽ താഴെത്തട്ടിലുള്ള നേതാക്കളുമായി ബന്ധം സ്ഥാപിച്ചു. സിക്കിം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി. ഇന്ത്യൻ യൂണിയനിൽ പൂർണ്ണമായി ലയിച്ചാലുള്ള സാമ്പത്തിക സൈനിക നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ചൈനയിൽ നിന്നുള്ള ഭീഷണിയിൽ നിന്ന് പൂർണ്ണ സംരക്ഷണം വാഗ്ദാനം ചെയ്തു. ഇതോടെ പ്രാദേശിക രാഷ്ട്രീയക്കാർ സാധാരണക്കാരുടെ ശബ്ദം ഏറ്റെടുത്ത് സിക്കിമിനെ ഇന്ത്യയുമായി ലയിപ്പിക്കുക എന്ന അവരുടെ ആവശ്യം ശക്തമാക്കി. അതിനായി അജിത് നിരന്തരം പ്രവർത്തിച്ചു. അദ്ദേഹം ഗ്രാസ് റൂട്ടിലെ നേതാക്കളെ നിരന്തരം കണ്ട് ഇന്ത്യ എന്ന വികാരം കത്തിച്ചു. ഡോവലിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ അങ്ങനെ ഫലം കണ്ടു. 1973 ആയപ്പോഴേക്കും സിക്കിമിൽ രാജവാഴ്ചയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ജനാധിപത്യം ആവശ്യപ്പെട്ട് ജനം തെരുവിലിറങ്ങി. വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെ തുടർന്ന് ഹോപ്പ് കുക്ക് സിക്കിം വിട്ട് ന്യൂയോർക്കിലേക്ക് പോയി. പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല. 2 വർഷത്തിന് ശേഷം 1975 രാജവാഴ്ച നിർത്തലാക്കാനും ഇന്ത്യയുമായി ലയിപ്പിക്കാനും സിക്കിം അസംബ്ലി വൻ ഭൂരിപക്ഷത്തോടെ വോട്ട് ചെയ്തു. 97% പേരും സംയോജനത്തെ പിന്തുണച്ചു. ഡൽഹി അതിവേഗം പ്രതികരിച്ച് ഭരണഘടനയുടെ 35ാം ഭേദഗതി പാസാക്കി. അങ്ങനെ സിക്കിം ഇന്ത്യയുടെ 22ാമത്തെ സംസ്ഥാനമായി. സിക്കിം ഇന്ത്യയുടെ ഭാഗമാക്കിയതോടെ ഹോപ്പ് കുക്കിന്റെ പ്രേമവും അവസാനിച്ചു. അവർ പാൽഡൻ തോണ്ടപ് നംഗ്യാലിനെ ഡിവോഴ്സ് ചെയ്തു. പക്ഷേ US പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡ് അവരുടെ അമേരിക്കൻ പൗരത്വം പുനഃസ്ഥാപിച്ചു.